ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ കഴുകി നന്നായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പേ വെച്ച് കൊടുത്തിട്ട് ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിക്കുക കേട്ടോ. കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിന് കുറച്ച് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിട്ട് കൊടുക്കും കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ആദ്യം ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സവോളയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ കൂട്ടുകാർ ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോഴേക്കും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മൾ സവോളയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. സവോളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും കേട്ടോ. സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ലേശം ഉപ്പ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണേ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ എന്നിട്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. സവോളയൊക്കെ ആവശ്യത്തിന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. സവോളയും എല്ലാം സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുക്കൊരു കുഴി പോലെ ഒരു വട്ടം പോലെ ആക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ ചിക്കൻ കറി വെക്കാം. അപ്പോൾ ഈ രീതിയിൽ ചിക്കൻ കറി എല്ലാവരും വെക്കുന്നതാണോ ഈ രീതിയിൽ, അല്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ്, നാടൻ ചിക്കൻ കറി. ഒരുപാട് മസാലകളും ഒന്നും ചേർക്കാതെ നമ്മുടെ നാടൻ മസാല കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പം പറ്റുവാണെങ്കിൽ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണേ. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളിയാണ്, ഒരു തക്കാളി എടുത്തേക്കുന്നത്. ആ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കും കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നമ്മൾ അടച്ച് വെച്ചതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ലൊരു തക്കാളി നന്നായിട്ട് വെന്തൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മളൊന്ന് അടച്ച് വെക്കും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്.
കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തില്ലായിരുന്നല്ലോ, അപ്പോൾ ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പ് കുറച്ച് ഇട്ടിട്ടുള്ളത്, നമ്മൾ ആദ്യം വഴറ്റാൻ ഉപ്പിട്ടുകൊണ്ട് ഇപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുവാണേ. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ആവശ്യത്തിന് വെള്ളം, ചിക്കൻ വേകാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വെള്ളം കൂടെ ഞങ്ങൾ ഒഴിച്ച് കൊടുക്കുകയാണ്. ചിക്കൻ വേകാൻ ആവശ്യത്തിന് മാത്രമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ, അപ്പോൾ അധികം വെള്ളം ഒഴിക്കുന്നില്ല. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളേ. അപ്പം വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി നോക്കുകയാണേ. ചിക്കനൊക്കെ പെട്ടെന്ന് റെഡി ആവുമല്ലോ, ചിക്കനൊന്നും അധികം വേവില്ലാത്തതല്ലേ. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മസാല ചേർത്തില്ലായിരുന്നല്ലോ, ചിക്കൻ മസാലയല്ല കേട്ടോ, ഗരം മസാലയാണ്. അപ്പോൾ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ച് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. അപ്പോൾ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുകയാണ്. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കൻ കറിക്ക്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്